താഴേക്കടയിലുള്ള അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന കൽപ്പണിക്കാരൻ, അതേപോലെ ബാർബർ തൊഴിലാളി, അങ്ങനെ ഓട്ടോക്കാരൻ, കണ്ടക്ടർമാർ, ക്ലീനർമാർ, മതപണ്ഡിതന്മാർ, അവരെ കണ്ടെത്തിയിട്ട്, ത്യാഗികളെ കണ്ടെത്തിയിട്ട് ആദരിക്കുക കഴിഞ്ഞ 8 വർഷത്തോളമായി ടച്ച് ഓഫ് മേഴ്സി ചെയ്തു വരികയാണ്. ചെറുകുന്ന് ആസ്ഥാനമായി കല്യാശ്ശേരി മണ്ഡലത്തിലെ ചെറുകുന്ന് ആസ്ഥാനമായിട്ടുള്ള ഒരു പ്രവർത്തന സംഘടനയാണ് ടച്ച് ഓഫ് മേഴ്സി ചാരിറ്റബിൾ ട്രസ്റ്റ്. ആ സംഘടന 9 വർഷം മുമ്പ് മിഡിൽ ക്ലാസ് ഫാമിലികൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിലും നാട്ടിലുമുള്ള ഒട്ടനവധി സുഹൃത്തുക്കൾ വിവിധ വിഷയങ്ങളെ കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായ അത്തരം ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി രൂപീകൃതമായ അനുഗ്രഹമായ പ്രസ്ഥാനമാണ് ടച്ച് ഓഫ് മേഴ്സി ചാരിറ്റബിൾ ട്രസ്റ്റ്. അങ്ങകലെ ചിക്കമംഗ്ലൂർ, കൊടക് ജില്ല ഉൾപ്പെടെ കേരളത്തിലെ മലബാർ മേഖല ഉൾപ്പെടെ അങ്ങകലെ പാലക്കാട്, തിരുവനന്തപുരം കേന്ദ്രങ്ങൾ 9 ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ട് ഈ സംഘടന സ്നേഹങ്ങൾ നൽകുകയാണ്. റമദാൻ മുതൽ മുസ്ലിങ്ങളുടെ അനുഗ്രഹ മാസമായ റംസാൻ മാസത്തിലും 8 സമയത്തും നമ്മൾ കിറ്റുകൾ 3500 രൂപയുടെ കിറ്റുകൾ ഈ പറയപ്പെട്ടവരുടെ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നു, വിദ്യാഭ്യാസ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, അതേപോലെ തന്നെ വിവാഹത്തിന്റെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അതിനു വേണ്ടി വീടുകൾ സ്റ്റാൻഡേർഡുള്ള വീടാണ്, കാറുണ്ടാകാം, ജീവിത പദ്ധതികൾ ഉണ്ടാകാം. എങ്കിലും ജീവിതം മുട്ടിക്കുന്നതിന് വേണ്ടി പ്രയാസപ്പെടുന്നവരെ കണ്ടെത്തിയിട്ട് സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ചെറുകുന്ന് ആസ്ഥാനമായിട്ടുള്ള ടച്ച് ഓഫ് മേഴ്സി ചാരിറ്റബിൾ ട്രസ്റ്റ്. എല്ലാ മതവിഭാഗക്കാരെയും, എല്ലാ പ്രസ്ഥാനക്കാരെയും, എല്ലാവരെയും ഒരേപോലെ കണ്ട് ഈ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് വരികയാണ്. വരുന്ന ആഗസ്റ്റ് 15 ശനിയാഴ്ച ഉച്ചക്ക് 3 മണിക്ക് പയ്യന്നൂരിലെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള OPM ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വിപുലമായ ഒരു പുരസ്കാര സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തുകയാണ്. താഴേക്കടയിലുള്ള അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന കൽപ്പണിക്കാരൻ, അതേപോലെ ബാർബർ തൊഴിലാളി, അങ്ങനെ ഓട്ടോക്കാരൻ, കണ്ടക്ടർമാർ, ക്ലീനർമാർ, മതപണ്ഡിതന്മാർ, അവരെ കണ്ടെത്തിയിട്ട്, ത്യാഗികളെ കണ്ടെത്തിയിട്ട് ആദരിക്കുക കഴിഞ്ഞ 8 വർഷത്തോളമായി ടച്ച് ഓഫ് മേഴ്സി ചെയ്തു വരികയാണ്. ഞങ്ങളുടെ അഡ്വൈസറി ബോർഡ് ചീഫാണ് ജിതേഷ് കണ്ടപുരം. ഇപ്പോൾ ഈ വിഷയവുമായി, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ടച്ച് ഓഫ് മേഴ്സിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും എൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ബഷീർ സൈദി അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 15-ാം തീയതി നമ്മളിവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടിയിൽ നമ്മൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു ബയോഡാറ്റ നോക്കിയാൽ, അതിൻ്റെ ഒരു ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഏത് രീതിയിലാണ് ഈ ഒരു കൂട്ടായ്മ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത്. 9 വർഷം മുമ്പ് വളരെ ചെറിയ ഒരു ഇതിൽ തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണിത്. അങ്ങനെ തുടങ്ങാനിടയായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള കുറച്ച് കുട്ടികൾ ഒരു കടയിൽ ലഡു മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ അവരെ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് അവരെ പുറത്തിറക്കാൻ വേണ്ടി ആരും ഇല്ലാത്തൊരു സമയത്ത് അവരെ സ്വന്തം ജാമ്യത്തിലെടുത്ത് ആ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവന്നവരെ കേസിൽ നിന്ന് ഒഴിവാക്കി അവർ പറഞ്ഞ ഈ കടക്കാരനുമായി സംസാരിച്ച് എല്ലാ വിഷയങ്ങളും അവസാനിപ്പിച്ച് അവരെ കൊണ്ടുവന്ന് ഈ ചാരിറ്റി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ബഷീർ സൈദി. അന്നു മുതലാണ് ഈ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊരു ചാരിറ്റി എന്നുള്ള രീതിയിൽ മുൻകൂട്ടി ആലോചിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇതിങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ തുടങ്ങി, അതൊരു ചെറിയ കൂട്ടായ്മയായിട്ട് വന്നു. പിന്നീട് അതിന് പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓരോ ഭാഗത്തു നിന്ന്. നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, വലിയ വീടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്ന ഒട്ടനവധി കുടുംബങ്ങൾ കേരളത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് കാണുകയാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് സഹായിക്കുക. അതൊരു പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടല്ല, നമ്മളും അവരും മാത്രം അറിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. കുറെ കുട്ടികളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾക്കകത്ത് സഹായവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സാമൂഹ്യ പ്രവർത്തന അല്ലെങ്കിൽ സേവന മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ ടച്ച് ഓഫ് മേഴ്സിയായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ച് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ 15-ാം തീയതി കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. മുസ്താഖ് മാലിദ്വീപിത ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് അതിൻ്റെ സ്പോൺസറിങ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെ, ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് വന്ന് ഇതിൻ്റെ കൂടെ ചേരുകയാണ്. അപ്പം അങ്ങനെ വരുന്ന കുറേ ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു
ഇതൊരു സുതാര്യമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളെയും ഇതിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും സമൂഹത്തിനകത്ത് നന്മകൾ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു കൂട്ടായ്മയും പ്രവർത്തനങ്ങളും നടക്കുന്നത്.